ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ, നിങ്ങളുടെ പേരിനും ജനനതീയതിക്കുമൊക്കെ പിന്നിൽ ചില അക്കങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു റോൾ ഉണ്ടാകുമോ എന്ന്? ഇന്ന് നമ്മൾ ന്യൂമറോളജി അഥവാ സംഖ്യാശാസ്ത്രം എന്ന വളരെ കൗതുകം നിറഞ്ഞ ഒരു ലോകത്തേക്കാണ് പോകുന്നത്. അക്കങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് സ്ഥാനമാണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോ നമ്മൾ ജനിച്ച ദിവസം, നമുക്കിട്ട പേര്, ഇതൊക്കെ വെറുമൊരു കോയിൻസിഡൻസ് ആണോ? അതോ ഈ അക്കങ്ങൾക്ക് നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചും നമ്മുടെ ഭാവിയെക്കുറിച്ചുമൊക്കെ ചില രഹസ്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുമോ? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ സംഖ്യാശാസ്ത്രം തുടങ്ങുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് ശരിക്കും ഈ സംഖ്യാശാസ്ത്രം? വെറുതെ കുറച്ച് നമ്പറുകൾ കൂട്ടുന്നതാണോ? അതോ ഇതിനു പിന്നിൽ കാര്യമായ എന്തെങ്കിലുമുണ്ടോ? വാ, നമുക്ക് നോക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാല്, നമ്മുടെ ജീവിതവും അക്കങ്ങളും തമ്മിലുള്ള ഒരു പ്രത്യേക ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു സംഭവമാണിത്. സംഖ്യാശാസ്ത്രം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേരിൽ നിന്നും ജനനതീയതിയിൽ നിന്നും കിട്ടുന്ന ഓരോ നമ്പറിനും അതിൻ്റേതായ ഒരു വൈബ്രേഷനും ഒരു പ്രത്യേക അർത്ഥവുമൊക്കെ ഉണ്ടെന്നാണ്. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നാം, ഇത് ജ്യോതിഷം പോലെ തന്നെയല്ലേ എന്ന്. പക്ഷെ അങ്ങനെയല്ല. ജ്യോതിഷം നോക്കുന്നത് ആകാശത്തുള്ള ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയുമാണ്, അല്ലേ? എന്നാൽ ന്യൂമറോളജി അല്ലെങ്കിൽ സംഖ്യാശാസ്ത്രം ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പേരും ജനനതീയതിയും മാത്രമാണ്. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ 1 മുതൽ 9 വരെയുള്ള ഓരോ നമ്പറിനെയും കൺട്രോൾ ചെയ്യുന്നത് ഓരോ ഗ്രഹമാണെന്നാണ് വിശ്വാസം. ഉദാഹരണത്തിന്, നമ്പർ 1 സൂര്യന്റെ ശക്തിയെയും നമ്പർ 2 ചന്ദ്രന്റെ സ്വാധീനത്തെയുമാണ് കാണിക്കുന്നത്. ഓക്കേ, തിയറിയൊക്കെ ധാരാളം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പറുകൾ എങ്ങനെ സ്വയം കണ്ടുപിടിക്കാമെന്ന് നോക്കിയാലോ? പ്രധാനമായും 2 നമ്പറുകളാണ് നമുക്ക് വേണ്ടത്. 1 ജന്മസംഖ്യ, 2 വിധിസംഖ്യ. ജന്മസംഖ്യ എന്ന് പറയുന്നത് നിങ്ങൾ ജനിച്ച തീയതിയിൽ നിന്ന് കിട്ടുന്നതാണ്. അത് നിങ്ങളുടെ ഒരു ബേസിക് സ്വഭാവം, ഒരു കാറിന്റെ മോഡൽ പോലെ അതാണ് കാണിക്കുന്നത്. എന്നാൽ വിധിസംഖ്യ കുറച്ചുകൂടി സീരിയസ് ആണ്. അതൊരു GPS പോലെയാണ്. നിങ്ങളുടെ ജീവിതയാത്ര എങ്ങോട്ടാണോ പോകുന്നത് എന്ന് കാണിച്ചു തരുന്ന ഒരു നമ്പർ. അപ്പം നമുക്കൊരു ഉദാഹരണം വെച്ച് നോക്കാം, അല്ലേ? വിധിസംഖ്യ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരാള് ജനിച്ചത് 1995 ഓഗസ്റ്റ് 15-നാണെന്ന് വെറുതെ വിചാരിക്കാം. വളരെ എളുപ്പമാണ്. ഇതിലെ ഓരോ അക്കവും എടുത്ത് അങ്ങോട്ട് കൂട്ടുക. 1 + 5 + 0 അങ്ങനെ എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 38 എന്ന് കിട്ടും. കഴിഞ്ഞോ? ഇല്ല. നമുക്ക് ഒരൊറ്റ അക്കം വേണം. അപ്പോ 3ഉം 8ഉം കൂട്ടുക. 11 കിട്ടി. ഇപ്പോഴും 2 അക്കം ഉണ്ടല്ലേ? അപ്പോ 1ഉം 1ഉം കൂടി കൂട്ടുക. ദാ കിട്ടിപ്പോയി. നമ്മുടെ ഫൈനൽ നമ്പർ 2. ഇനി ജന്മസംഖ്യ. അത് ഇതിലും സിമ്പിളാണ്. ജനിച്ചത് 15-ാം തീയതിയല്ലേ? അപ്പോ 1ഉം 5ഉം കൂട്ടിയാൽ 6. കഴിഞ്ഞു. ആ വ്യക്തിയുടെ ജന്മസംഖ്യ 6 ആണ്. അപ്പൊ നോക്കിക്കേ, നമ്മൾ കണ്ടുപിടിച്ച വിധിസംഖ്യ 2 ആണ്. ഇതിന്റെ അർത്ഥമെന്താ? സംഖ്യാശാസ്ത്രം അനുസരിച്ച് ഈ വ്യക്തിയുടെ അടിസ്ഥാന സ്വഭാവം കൺട്രോൾ ചെയ്യുന്നത് 6 എന്ന നമ്പറാണെങ്കിലും അവരുടെ ജീവിതത്തിന്റെ വഴികാട്ടി, ആ ഒരു ഡെസ്റ്റിനി തീരുമാനിക്കുന്നത് 2 എന്ന നമ്പറിന്റെ എനർജിയാണ്. ശരി, ഈ നമ്പറൊക്കെ കണ്ടുപിടിച്ചു. ഇതുകൊണ്ട് എന്താ ഉപയോഗം? എന്തിനാണ് ആളുകൾ ഇതിനെ ആശ്രയിക്കുന്നത്? നമുക്ക് നോക്കാം. ഒരുപാട് കാര്യങ്ങൾക്കുണ്ട്. ചിലർക്ക് അവരുടെ ലക്കി ഡേ, ലക്കി കളർ ഇതൊക്കെ അറിയാനായിരിക്കും. വേറെ ചിലരുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പേരിൽ ഒരു അക്ഷരം മാറ്റിയാൽ ഭാഗ്യം വരുമെന്നൊക്കെ. അതുപോലെ കല്യാണത്തിന്റെ പൊരുത്തം നോക്കാൻ, ബിസിനസ്സിലൊരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കാൻ, അങ്ങനെ പല ആവശ്യങ്ങൾക്കും ആളുകൾ സംഖ്യാശാസ്ത്രം ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ കേട്ടുകഴിയുമ്പം നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ഇത് ശരിക്കും ഒരു ശാസ്ത്രമാണോ? അതോ വെറും ഒരു വിശ്വാസം മാത്രമാണോ? ഇതിന്റെ സയൻസ് എന്തു തന്നെയായാലും ഒരു കാര്യമുണ്ട്. ഒരുപാട് പേർക്ക് ഇതൊരു പോസിറ്റീവ് എനർജി കൊടുക്കുന്നുണ്ട്. സ്വന്തം കഴിവുകളെപ്പറ്റി ഒന്നുകൂടി ചിന്തിക്കാനും ജീവിതത്തിൽ കുറച്ചുകൂടി പോസിറ്റീവായി മുന്നോട്ടു പോകാനും ഇതൊരു ടൂളായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോ അവസാനൊരു ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഈ സംഖ്യാശാസ്ത്രം എന്ന് പറയുന്നത് നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ളൊരു കണ്ണാടിയാണോ? അതോ നമ്മുടെ എല്ലാം വിധി നേരത്തെ എഴുതിവെച്ചൊരു പുസ്തകമാണോ? അതിന്റെ ഉത്തരം അത് കണ്ടെത്തേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. എന്തായാലും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ അക്കങ്ങൾക്ക് നിങ്ങളോട് എന്തായിരിക്കും പറയാനുണ്ടാവുക?